ചൂളമടിച്ചു പായുന്ന തീവണ്ടിയിലെ പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കുമ്പോഴും മനസ്സിൽ നിറയെ നാടും വീടും ചങ്ങാതിമാരുമായിരുന്നു. നീണ്ട ഒരു ഇടവേള, ശരിക്കു പറഞ്ഞാൽ 12 വർഷങ്ങൾ. പാതി മയക്കത്തിലെന്ന പോലെ ഓർമ്മകളിലേക്ക് ആഴ്ന്നുപോയി. കൂട്ടുകാരുമൊത്ത് കവലയിൽ സൊറ പറയുന്ന കാലം. അരുണും ആരവും ബഷീറും അങ്ങനെ ഒരുപാട് കൂട്ടുകാർ. കോട്ടി കളിച്ചും ക്രിക്കറ്റ് കളിച്ചും നടന്ന ആ കാലം. ശരിക്കു പറഞ്ഞാൽ തരികിട തന്നെ. താന്തോന്നികൾ. പഠിക്കാൻ കാശിന് കൊള്ളാത്ത കൂട്ടുകാരും പിന്നെ ഉണ്ണിയും. ഉണ്ണി ഞാൻ തന്നെയാണ് ട്ടോ. അപ്പുവേട്ടൻ്റെയും ശ്യാമയുടെയും പ്രണയം ഓർക്കാതെ വയ്യ. അതിൽ ദല്ലാൾ ഞാനായിരുന്നല്ലോ. അവരുടെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി കാണും. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ഓർമ്മകളിൽ മുഴുകി അങ്ങനെ. അമ്മയും അച്ഛനും നേരത്തെ എന്നെ വിട്ടുപോയതിനാൽ ചെറിയച്ഛനും ചെറിയമ്മയുമായിരുന്നു എനിക്കെല്ലാം. ചെറിയമ്മ എനിക്ക് സ്വന്തം അമ്മ തന്നെയായിരുന്നു. അവർക്ക് 2 മക്കളാണ്, മാളുവും നന്ദുവും. മാളു സ്കൂൾ ലീഡർ, നന്ദു ഡോക്ടറാവണം എന്നാഗ്രഹിച്ചതോടൊപ്പം പഠിച്ചു വരുന്നു. ചെറിയച്ഛനാണെങ്കിൽ എന്നെ കണ്ടുകൂടാ. കവലയിലെ എൻ്റെ കൂട്ടുകാരോടൊപ്പം കണ്ടാൽ അന്ന് അടി ഉറപ്പാണ്. കൂട്ടുകെട്ട് നല്ലവരായ കുട്ടികളോടൊത്ത് വേണം എന്നാണ് മൂപ്പർ പറയുന്നത്. ചെറിയച്ഛൻ്റെ വഴക്കിൽ നിന്നും എന്നെ ചെറിയമ്മ എത്രയോ തവണ രക്ഷിച്ചതാണ്. ഒരിക്കൽ ഒരു ബിരിയാണി തിന്നണമെന്ന മോഹം. ബഷീറിൻ്റെ ഏതോ ഒരു ബന്ധുവീട്ടിൽ കല്യാണമുണ്ടെന്നറിഞ്ഞ് കൂടെയുള്ള എല്ലാ ചങ്ങാതിപ്പടയും കല്യാണത്തിന് പോയി മതിവരുവോളം ശാപ്പിട്ടു. തിരിച്ചു വീട്ടിലേക്ക് എത്തിയിട്ടല്ലേ പൂരം. ചെറിയച്ഛൻ വടിയുമായി നിൽക്കുന്നു. ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയി ശാപ്പിട്ട് വരാൻ നാണമില്ലേ എന്നും പറഞ്ഞ് ആ വടി എനിക്ക് നേരെ വീശിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ബഹളമായി, അയൽക്കാരൊക്കെ നോട്ടമായി, പട്ടിയെ തല്ലും പോലെ പൊതിരെ തല്ലി. തന്തയും തള്ളയും നേരത്തെ പോയത് നന്നായി എന്നൊക്കെ ചെറിയച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ചെറിയച്ഛൻ്റെ കലി തീർന്നപ്പോൾ വടിയുമിട്ട് വീടിനകത്തേക്ക് പോയി. ചെറിയമ്മ എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു, ഉപദേശിച്ചു. ആകെ അവശയായ ഞാൻ പുറത്തെ തിണ്ണയിൽ കിടന്നു പുളഞ്ഞു. അന്നത്തെ രാത്രി കടന്നുപോയി. പിറ്റേന്ന് ചെറിയച്ഛൻ എൻ്റെ മുഖത്ത് പോലും നോക്കാതെയായി. കൂടെയുണ്ടായിരുന്ന ചങ്ങാതിമാരിൽ ഒറ്റൊരാൾ ചെറിയച്ഛനെ പേടിച്ച് എന്നെ കാണാനോ സംസാരിക്കാനോ വന്നില്ല. അന്നു ഞാനൊരു തീരുമാനമെടുത്തു. നാടുവിടാം. പ്രായം 18. ചോരത്തിളപ്പിൻ്റെ വാശിയും ദേഷ്യവും മാത്രം മനസ്സിൽ. അന്ന് രാത്രി ഉടുവസ്ത്രവും നന്ദുവിൻ്റെ മാലയും എടുത്ത് സ്ഥലം വിട്ടതാണ്. എവിടെയൊക്കെയോ എത്തിപ്പെട്ടു. ആരൊക്കെയോ അഭയം തന്നു, ജോലി തന്നു. ഇന്നിപ്പോൾ തിരിച്ചു നാട്ടിലേക്ക്. ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട്. എന്നെ എല്ലാവർക്കും ഓർമ്മ കാണുവോ? അല്ല, മറന്നിരിക്കാനാണ് സാധ്യത. വർഷങ്ങൾ കടന്നുപോയില്ലേ. ട്രെയിനും ബസ്സും മാറി മാറിയുള്ള യാത്ര. കേരളം ചുറ്റിത്തിരിഞ്ഞ് അവസാനം എൻ്റെ നാട്ടിലേക്കുള്ള മടക്കയാത്ര. ചെറിയച്ഛൻ്റെ മുഖത്തെങ്ങനെ നോക്കും എന്നുള്ള ആദിയും മനസ്സിൽ പേറി യാത്ര തുടർന്നു. നാട്ടിലേക്കുള്ള വഴി നിശ്ചയമാണ്. എത്താൻ ഇനി മിനിറ്റുകൾ മാത്രം. ബസ് നിർത്തി. എൻ്റെ നാട് പണ്ട് സൊറ പറയാൻ ഇരിപ്പുണ്ടായ കവല ഇന്നിതാ ബസ് സ്റ്റാൻഡായി. എല്ലാം വളരെയേറെ മാറിയിരിക്കുന്നു. രാമേട്ടൻ്റെ ചായക്കടയുടെ സ്ഥാനത്ത് 5 സ്റ്റാർ ഹോട്ടൽ. സമയം രാത്രി 12 മണി. റോഡിലൂടെ ഒരു ഉറുമ്പ് പോലുമില്ല. ആളനക്കമില്ലാത്ത കൂരാക്കൂരിരുട്ട്. ഇപ്പോൾ ഇന്റർനെറ്റിൻ്റെ കാലമല്ലേ. എത്ര മണിക്കൂറും ഒരു മിനിറ്റ് പോലെ കളഞ്ഞു തരുന്ന ഇന്റർനെറ്റ് ഉണ്ടായതുകൊണ്ട് ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് പാട്ടും കേട്ട് വാട്സപ്പ് നോക്കി അങ്ങനെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. നടക്കുംതോറും മനസ്സിൽ ചെറിയച്ഛനും വീടും തന്നെയായിരുന്നു. ശ്യാമയുടെ വീട്. ശ്യാമയുടെ വീട്ടിൽ മാത്രം വെളിച്ചമുണ്ട്. ഒരു മാറ്റവുമില്ലാത്ത ആ പഴയ വീട്. ഡോറ് തുറന്ന് ആരോ എന്തോ കളയുന്ന പോലെ. പെട്ടെന്ന് മൊബൈലിൻ്റെ വെളിച്ചത്തിൽ എന്നെ ശ്യാമ കണ്ടു. തുറിച്ചു നോക്കി. ആരാ ഇത് ഈ രാത്രിയിൽ? ഞാൻ പറഞ്ഞു, ഉണ്ണിയാ, ഉണ്ണി. ശ്യാമയെ കണ്ടതും ഉണ്ണി അടുത്തേക്ക് പോയി. അയ്യോ, ഇതാരാ, ഉണ്ണിയല്ലേ? എത്ര കാലായി കണ്ടിട്ട്?
എന്തൊരു മാറ്റാ ഇത്. അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ശ്യാമയ്ക്ക് ഒരു മാറ്റവുമില്ല. ആ പഴയ സുന്ദരി. അതിനേക്കാൾ ഭംഗി കൂടിയിട്ടേയുള്ളൂ. എന്നേക്കാൾ മൂപ്പുണ്ട് ശ്യാമയ്ക്ക്. ചേച്ചിയായി വരും. എന്നാലിപ്പോൾ ഞാൻ നാടുവിടുമ്പോൾ ഉണ്ടായ അതേ രൂപം. വശ്യമാർന്ന കണ്ണുകൾ, വിടർന്ന അധരങ്ങൾ, വെളുത്തു തുടുത്ത കവിളിൽ റോസാപ്പൂ പോലുള്ള ചുണ്ടുകൾ, ആർക്കും കണ്ടാൽ ആലിംഗനം ചെയ്യാൻ കൊതിക്കുന്ന നോട്ടം. ഉണ്ണി ഇത്രയും കാലം എവിടെയായിരുന്നു? വാ, അകത്തേക്ക് വാ. ആദ്യമൊക്കെ പോലീസ് നിന്നെ ഒരുപാട് തിരഞ്ഞു. ഒടുവിൽ കിട്ടാത്തപ്പോൾ അവർ നിർത്തി. ഞാൻ എവിടെയൊക്കെയോ എത്തിപ്പെട്ടു. കറങ്ങിത്തിരിഞ്ഞു വന്നു, അത്ര തന്നെ. ശ്യാമയുടെ വിവാഹം? അപ്പുവേട്ടൻ എവിടെയാ? സന്തോഷം നിറഞ്ഞ മുഖം പെട്ടെന്ന് വാടിയത് ഉണ്ണി ശ്രദ്ധിച്ചു. അകത്തു നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ. എൻ്റെ മോളാ. അവൾക്കെപ്പോഴും ഞാൻ അടുത്തു തന്നെ വേണം. അവളുടെ കളിപ്പാട്ടം നേരത്തെ പുറത്തു വെച്ച് മറന്നു. അതെടുക്കാൻ തുടങ്ങുമ്പോഴാ ഉണ്ണിയെ കണ്ടത്. ശ്യാമ അകത്തേക്ക് പോയി കുട്ടിയെ എടുത്തുകൊണ്ട് വന്നു. കണ്ടാൽ 6-7 മാസം തോന്നിക്കുന്ന പ്രായം. മോൾക്ക് കൊടുക്കാൻ കയ്യിലൊന്നുമില്ലല്ലോ ശ്യാമേ. ഒന്നും വേണ്ട ഉണ്ണി, നിന്നെ കാലങ്ങൾക്ക് ശേഷം കണ്ടല്ലോ. അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു തുടങ്ങി. ഈ കുട്ടിയെ നിനക്കുള്ളോ ശ്യാമേ? വേറാരും ഇവിടെ ഇല്ലേ? അതൊക്കെ വലിയ കഥയാണുണ്ണി. നീ നാളെ വാ, ഇന്നിപ്പോൾ ഇരുട്ടായില്ലേ. ഉണ്ണിയുടെ നേർക്ക് കഴിക്കാൻ ശ്യാമ പലഹാരങ്ങളും മറ്റും വച്ചുകൊടുത്തു. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പായിരുന്നു എന്നും പറഞ്ഞ് ഉണ്ണിയെല്ലാം അകത്താക്കി. ശ്യാമയോട് യാത്ര പറഞ്ഞ് ഹെഡ്ഫോൺ ചെവിയിൽ വെച്ച് ഉണ്ണി യാത്ര തുടർന്നു. ശ്യാമയെക്കുറിച്ചായിരുന്നു മനസ്സ് നിറയെ. എന്തൊരു ചെറുപ്പമാണ് ശ്യാമയ്ക്ക്. ഒട്ടും തന്നെ പ്രായമായിട്ടില്ല. അപ്പുവേട്ടനെക്കുറിച്ച് അവളൊന്നും പറഞ്ഞില്ലല്ലോ. ഓരോന്നാലോചിച്ചങ്ങനെ നടന്നു നീങ്ങി. വീട്ടിലെ ഉമ്മറപ്പടിയിലെത്തി. വീട് ചെറുതായി ഒന്ന് മിനുക്കിയിരിക്കുന്നു. ഒരുപാട് മാറ്റം വന്ന പോലെ. ഉമ്മറത്ത് കിടക്കാം. ഇപ്പോൾ നേരം 1 മണി കഴിഞ്ഞല്ലോ. അങ്ങനെ അവിടെ കിടന്നുറങ്ങി. രാവിലെ കതകൊന്നു മുട്ടി. കതക് തുറന്നതും ചെറിയച്ഛൻ. ആരാ? ഉണ്ണി ആ മുഖത്തേക്ക് നോക്കി നിന്നു. തലമുടി പാടെ നരച്ചിരിക്കുന്നു. മുഖത്തും കഴുത്തിലുമായി പാടെ ചുളിവുകൾ. നന്നേ വയസ്സായി. ഉണ്ണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീണു. അല്ല, ഉണ്ണിയല്ലേ ഇത്? എൻ്റെ ഉണ്ണി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ചെറിയമ്മയും നന്ദുവും എല്ലാരും ഒരു കൂട്ടക്കരച്ചിലായി മാറി. ഉണ്ണി, എവിടാർന്നു മോനെ? എൻ്റെ കണ്ണടയും മുമ്പ് എൻ്റെ ഉണ്ണിയെ കാണണേ ഈശ്വരാ എന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. ഉണ്ണിയുടെ മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി അവരിൽ സന്തോഷം സൃഷ്ടിച്ചു. അകത്തേക്ക് കൊണ്ടുപോയി ഓരോ കഥ പറഞ്ഞും അങ്ങനെ നേരം പോയി. ഇനി ഉണ്ണിയെ ഞാൻ എവിടേക്കും വിടില്ല എന്ന് പറഞ്ഞ് ചെറിയച്ഛൻ നെഞ്ചോട് ചേർത്തു. ഇത്രയൊക്കെ സ്നേഹമുണ്ടായിരുന്നോ ചെറിയച്ഛ എന്നോട് എന്ന് മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. നന്ദനെ കണ്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് മറുപടി കിട്ടിയത് ചെറിയമ്മയുടെ പൊട്ടിക്കരച്ചിലായിരുന്നു. 5 വർഷം മുമ്പ് കവലയിൽ അല്പം ദൂരെയായ റോഡിൽ ആക്സിഡന്റ് ആയതാണ്. ഹോസ്പിറ്റലിൽ എത്തും മുമ്പേ മരിച്ചു. അടക്കി പിടിക്കാനാകാതെ ചെറിയമ്മ കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഷോക്കിൽ ചെറിയമ്മ തളർന്നു വീണതാണ്. പല പല ചികിത്സയ്ക്കൊടുവിൽ പരസഹായത്തോടെ നടക്കുന്നു. മാളുവിൻ്റെ കാര്യവും കഷ്ടം തന്നെ. 1 വർഷം തികയും മുമ്പേ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവയാണെന്നറിഞ്ഞപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത നീറ്റലാണ് ഉണ്ടായത്. ഞാൻ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണല്ലോ ദൈവമേ ഇതൊക്കെ. ഈ ഒരവസ്ഥ കാണാൻ തിരിച്ചു വരരുതായിരുന്നു എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. എല്ലാ സങ്കടവും മനസ്സിനെ പാകപ്പെടുത്തിയുള്ള ചെറിയച്ഛൻ്റെ ജീവിതം. എന്നെ കണ്ടതിൽ ചെറിയച്ഛനും ചെറിയമ്മയും സന്തോഷം കൊള്ളുന്നത് ഞാൻ മനസ്സിലാക്കി. ഇനിയുള്ള ജീവിതം അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. ഉച്ചയൂണൊക്കെ കഴിഞ്ഞു. കവലയിലേക്ക് ഇറങ്ങണം. ചങ്ങായിമാരെ കാണണം. ലക്ഷ്യം വെച്ച് നടന്നു. പുറത്തേക്കിറങ്ങിയതും ഡാ ഉണ്ണീന്ന് വിളിച്ച് ആരവും അരുണും ബഷീറും. എൻ്റെ പൊന്നോ, എന്ത് പോക്കാടാ നീ പോയത്? പഹയൻ.
ബഷീർ അവനെ തോളോട് ചേർത്ത് അവന്റെ പരിഭവം അറിയിച്ചു. അരുണും ആരവും എന്തൊക്കെയോ പറഞ്ഞു. ഡാ പഹയാ, ഇന്നാണ് ജമീലയുടെ മംഗലം, പോയാലോ? വേണ്ട മോനെ ബഷീറേ, അന്നൊരു കല്യാണത്തിന് പോയ പോക്കാണ്. ഇന്നീ 12 വർഷം. അവിടെ ചിരിയുടെ പ്രവാഹം തന്നെയായിരുന്നു. കുട്ടനും രാജുവും എവിടെ? കുട്ടൻ ഗൾഫിലെ ബിസിനസ്സുകാരനാ. അവന്റെ ഓഫീസിലെ സ്റ്റാഫാണ് നമ്മുടെ ഈ ബഷീർ. ഇപ്പോൾ ലീവിലാ. ഓ, അപ്പോൾ കുട്ടനൊക്കെ രക്ഷപ്പെട്ടു അല്ലേ? അത് പറയാനുണ്ടോ? രാജു ഇപ്പോൾ ക്ലബിൽ കാണും. നമുക്ക് അങ്ങോട്ട് വെച്ചു പിടിക്കാം. കയറിക്കോ. ബഷീർ തന്റെ ചുവന്ന കളർ ജീപ്പ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ക്ലബിലേക്ക് പാഞ്ഞു. രാജു ഒത്തുകൂടി ഓരോ പഴയ കാര്യങ്ങൾ പറഞ്ഞും ഉണ്ണിയുടെ നീണ്ട 12 വർഷക്കാലങ്ങൾ പറഞ്ഞും ആർത്തുല്ലസിച്ചു. അങ്ങനെ സമയം വൈകിയതേ അറിഞ്ഞില്ല. നന്ദുവിന്റെ ആക്സിഡന്റ് നടന്നത് ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു ഉണ്ണി. ഉണ്ണി മൗനഭാവത്തിൽ തലയാട്ടി. അപ്പുവേട്ടൻ മരിച്ചതറിഞ്ഞില്ലേ ഉണ്ണി? അപ്പുവേട്ടനോ? ഹൃദയപിടച്ചിലോടെ ചെറുഞെട്ടലോടെ ചോദിച്ചു. അപ്പുവേട്ടൻ? അപ്പു, നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇന്നലെ ഞാൻ ശ്യാമയോട് ചോദിച്ചതാണ്. അപ്പോൾ അവളുടെ നിസ്സഹായ ഭാവം കണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല. ശ്യാമയോ? ഇന്നലെയോ? ബഷീറും ആരവും ഒരുമിച്ച് ചോദിച്ചു. അതെ, ഇന്നലെ രാത്രി നേരം വൈകി എത്തിയതാ ഞാനിവിടെ. ഒരു വെട്ടം കണ്ടത് ശ്യാമയുടെ വീട്ടിലാണ്. അവളും മകളും മാത്രമേ അവിടെയുള്ളൂ. എനിക്ക് കഴിക്കാൻ ഭക്ഷണമൊക്കെ തന്നു. പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ഇത്രയും നേരം ശ്വാസമടക്കി പിടിച്ചാണ് ഉണ്ണിയുടെ വാക്കുകൾ സുഹൃത്തുക്കൾ കേട്ടത്. ഇരുന്ന ഇരിപ്പിൽ നിന്നും അവർ എഴുന്നേറ്റു നിന്നു. ഉണ്ണി, നീ എന്തൊക്കെയായി പറയണേ? നിനക്കെന്താ വട്ടായോ? നീ ഉറക്കപ്പിച്ചു പറയുകയാണോ? 10 മണിയാകാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇതിപ്പോ എന്താ? രാജു, ഞാൻ എന്തു പറഞ്ഞെന്നാ? ശ്യാമയുടെ കാര്യാ. ആ, ഞാൻ അവളെ കണ്ടിരുന്നു. പഴയതിലും സുന്ദരി. മതി, നിർത്തൂ. നിന്റെ ഒരു വട്ടുകളി. നീ ശ്യാമയെ ശരിക്കും കണ്ടോ? ഈ ചോദ്യം അരുണിൻ്റേതായിരുന്നു. കണ്ടടാ, ശരിക്കും കണ്ടു. എന്നാ നീ പുറത്തേക്ക് വന്നേ. 2 അടി മുന്നിലേക്ക് നടന്ന്. ദേ, ആ കാണുന്ന കാട് പിടിച്ച സ്ഥലത്താണോ നീ ഇന്നലെ പോയ ശ്യാമയുടെ വീട്? നിന്ന നിൽപ്പിൽ ഉണ്ണിക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താ ദേവി ഞാനീ കാണുന്നത്? ഇന്നലെ ഇവിടെയുണ്ടായ വീടെവിടെ? ഡാ ബഷീറേ, എനിക്ക് വിശ്വസിക്കാൻ വയ്യടാ. അരുണേ, അപ്പോൾ ശ്യാമ എവിടെ? അവളുടെ കുട്ടി? ഡാ ഉണ്ണി, അപ്പുവേട്ടൻ മരിച്ച 1 വർഷം മുമ്പാണ് ശ്യാമ തൂങ്ങി മരിച്ചത്. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടതൊക്കെ? ഇവിടെ ഒരു വീടുണ്ടായിരുന്നടാ, ഞാൻ കണ്ടതാ. ഇടിഞ്ഞു പൊളിഞ്ഞ് തറമാത്രം ബാക്കിയായ വീടും കാടുപിടിച്ച് പുകനിറഞ്ഞ പരിസരവും ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പ്രേതാലയം. ഇവിടെയാണോ ശ്യാമയെ കണ്ടത്? നീ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞത് ഇവിടെ നിന്നാണോ? അരുണിന്റെ സംസാരം കേട്ട് ഞെട്ടൽ മാറാതെ ഉണ്ണി അവിടേക്ക് തന്നെ തന്റെ കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു. എന്താ കഥ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ അവളെയും കുഞ്ഞിനെയും കണ്ടതാണ്. ഉണ്ണി, ശ്യാമ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അവൾക്ക് കുട്ടിയൊന്നുമില്ല. അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. രാവിലെ എഴുന്നേൽക്കുന്നത് കാണാതെ അവളുടെ അമ്മ വന്ന് നോക്കിയപ്പോഴാണ് ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിയ ശ്യാമയെ കണ്ടത്. അവൾ ഗർഭിണിയായിരുന്നെന്നോ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നോ അങ്ങനെ എന്തൊക്കെയോ നാട്ടിൽ പാടെ വാർത്തയുണ്ടായിരുന്നു. കേസിന്റെ പുറകെ പോകാൻ ആ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അവർക്കെവിടുന്നാ അതിനൊക്കെ ധൈര്യം? ആ കേസ് അങ്ങനെ തള്ളി. ഗർഭിണിയോ? അപ്പോ കല്യാണം? കല്യാണം കഴിക്കാതെയായ അവിഹിത ഗർഭം. അവൾ ആളത്ര ശരിയല്ലെന്നാ കേട്ടത്. ശേഷമുണ്ടായിരുന്ന അമ്മയും മരിച്ചു. ആ വീടും സ്ഥലവും അങ്ങനെ അനാഥരായി. അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അല്ലായിരുന്നോ? നീ വന്നതറിഞ്ഞ് അവൾ നിന്നെ കാണാൻ സ്വപ്നത്തിൽ വന്നതാകും. അപ്പോഴും ഉണ്ണി യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരാതെ കണ്ണും തള്ളി ആ പറമ്പിലേക്ക് നോക്കി നിന്നു. എടാ, നമുക്കെന്നാ നാളെ കാണാം. ബായ് പറഞ്ഞ് ഉണ്ണി നടന്നു.
ഞാൻ കണ്ടതൊക്കെ സ്വപ്നമല്ലെന്നറിയാം. ശ്യാമയെ ശരിക്കും കണ്ടതാണ്. അവളുടെ കുട്ടിയുടെ മുഖം മറക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ വിചിത്രമായി സംഭവിച്ചിരിക്കുന്നു. ശ്യാമ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പുവേട്ടൻ അവളെ കൈവിട്ട് കാണുമോ? ഉണ്ണി വീട്ടിലേക്കെത്തി. ചെറിയച്ഛൻ പുറത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ണിയേ, നീ വന്നോ? ഊണ് കഴിക്കണ്ടേ? എത്ര നേരായി നിന്നെയും കാത്ത് ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. പണ്ടത്തെ കൂട്ടരൊക്കെ കണ്ടല്ലേ? നന്നായി. നീ ഇവിടെ ഇല്ലാത്തപ്പോൾ നന്ദന്റെ മരണശേഷം എല്ലാ കാര്യത്തിനും സഹായത്തിനുണ്ടായത് നിന്റെ കൂട്ടുകാരായിരുന്നു. പണ്ട് ഞാൻ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞ് അടിച്ചോടിക്കാറില്ലേ? ഇപ്പോ ഈ ചെറിയച്ഛനൊക്കെയും കുറ്റബോധാ ഉണ്ണിയേ. എല്ലാ പാപങ്ങളും അനുഭവിച്ചത് എൻ്റെ മക്കളാ. അതിനുശേഷം എന്ത് തെറ്റാ ചെറിയച്ഛൻ ചെയ്തത്? ഒന്നുമില്ല കുട്ടിയെ, വാ ഊണ് കഴിക്കാം. ജനാലകൾ തുറന്നു. തണുത്തു വീശുന്ന കാറ്റ്. കിടക്കാൻ തുടങ്ങുമ്പോഴും മനസ്സ് നിറയെ ശ്യാമയായിരുന്നു. അവൾ മരിച്ചെങ്കിൽ ഞാൻ കണ്ടത് അവളുടെ ആത്മാവിനെയല്ലേ? സംസാരിച്ചത്, എന്നോട് എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞത്. അപ്പുവേട്ടൻ എന്തിനാ ശ്യാമയെ കൈവിട്ടത്? ഒക്കെ പറയാൻ വേണ്ടിയാവോ ഇത്രനാൾ ശ്യാമ എന്നെ കാത്തുനിന്നത്? ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിനെ അലട്ടുന്നു. ഓരോന്നോർത്തങ്ങനെ മയക്കത്തിലേക്ക് പോയി. നിദ്രയിൽ ആഴ്ന്നു പോയ ഉണ്ണി ശ്യാമ തന്റെ അരികിൽ വരുന്നതായി കണ്ടു. ശ്യാമയെയും കുട്ടിയെയും മാറി മാറി കണ്ടു. ഒടുവിൽ ഞെട്ടി എണീറ്റു. സ്വപ്നമായിരുന്നോ? ഇനി ഉറക്കം കിട്ടുമെന്ന് തോന്നുന്നില്ല. കോലായിൽ പോയിരുന്നു. ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. കൂടെ മൊബൈൽ ഫോൺ എടുത്ത് ഫേസ്ബുക്കിലോട്ട് കയറി. ദൂരെയുള്ള ഉരുണ്ടുകൂടിയ ഇരുട്ടിൽ രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ. കയ്യിലൊരു കുട്ടിയുമായി ഒരു സ്ത്രീ അടുത്തേക്ക് വരുന്നു. അതിനെ നോക്കുന്തോറും അടുത്തെത്താറായിരിക്കുന്നു. ഉണ്ണി, എന്നെ അവർ ചതിച്ചതാ. എനിക്ക് മോക്ഷം വേണം ഉണ്ണി. നീ എനിക്ക് മോക്ഷം തരില്ലേ? ഉണ്ണി വേഗം അകത്ത് കയറി വാതിലടച്ചു. അയ്യോ, ശ്യാമ! ഇതെന്താ, അവളെന്നെ പിന്തുടരുകയാണോ? ആരാ അവളെ ചതിച്ചത്? ഒരുപാട് ചോദ്യങ്ങളും മനസ്സിലേറി അന്ന് രാത്രി കടന്നുപോയി. അതിരാവിലെ ഒരു 4 മണിയായി കാണും. ഉണ്ണി ഫോണെടുത്ത് ബഷീറിനെ വിളിച്ചു. നീ അരുണിനെയും കൂട്ടി ക്ലബ്ബിൽ വാ, നമുക്കൊന്ന് കാണാം. എന്താടാ രാവിലെ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? നാട്ടിൽ വന്നാൽ കിട്ടുന്ന ഈ ഉറക്കമാ മോനെ ഏറ്റവും മഹത്തായ നിദ്ര. നമ്മൾ പ്രവാസികൾക്ക് ഒരാശ്വാസം. നിന്റെ വാചക കസരത്ത് നിർത്തു ബഷി. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ശ്യാമ, അവിടെ നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ പ്രേതാലയത്തിലേക്കോ? നല്ല കാര്യായി. അവിടെ ഇപ്പോൾ പാമ്പിന്റെ കോട്ടയാ. കാടും പൊടിയും. എനിക്കവിടെ പോയേ പറ്റൂ. ഇന്നലെ രാത്രിയും ഞാൻ ശ്യാമയെ കണ്ടു. എനിക്കവൾക്ക് മോക്ഷം നേടിക്കൊടുക്കണം. മോക്ഷം നേടിക്കൊടുക്കാനോ? എന്തുവാടേ? ഈ ജനറേഷനിലല്ലേ നീ ഇപ്പോൾ? അരുണേ, നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ. അവളെ ഞാൻ കണ്ടു. അവളിപ്പോൾ ഗതികെട്ടാതെ അലയുന്ന ആത്മാവാണ്. എന്നിലൂടെ അവൾക്ക് ഒരുപാട് പറയാനുണ്ട്. അവളെ ആരൊക്കെയോ കൂടി ചതിച്ചതാണ്. അപ്പുവേട്ടൻ എന്താ സംഭവിച്ചത്? ഒക്കെ എനിക്കറിയണം. ഇതൊക്കെ നിന്റെ പ്രേതത്തോട് തന്നെ ചോദിച്ചാൽ പോരായോ? എൻ്റെ കൂടെ വരുന്നവർക്ക് വരാം. ഇല്ലെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ. ഇല്ലടാ, ഞങ്ങളുണ്ട് കൂടെ. അങ്ങനെ 3 പേരും ശ്യാമയുടെ വീടുണ്ടായ ദിക്കിലേക്ക് പോയി. 3 പേരും മൊബൈൽ ടോർച്ച് കത്തിച്ചു. അപ്പോഴാണ് ആ വെളിച്ചത്തിൽ ഞാൻ ആ വീട് കാണുന്നത്. ശരിക്കും ഇവിടെ വീടിന് പകരം മണ്ണിൻ കൂമ്പാരം കൂടിയ തറ, പൊളിഞ്ഞു വീണ് ദ്രവിക്കാൻ പറ്റാത്ത കമ്പുകളും ഓടുകളും, കാടുപിടിച്ച് കിടക്കുന്ന പരിസരം. അടുത്തുള്ള കിണറിലാകട്ടെ മാറാലകൾ കെട്ടി ചപ്പും ചവറും നിറഞ്ഞിരിക്കുന്നു. ഒരു മൂലയിലായി കുന്നുകൂടി പാമ്പിൻ പുറ്റും. എന്തൊരു വിചിത്രമായ കാഴ്ച! കഴിഞ്ഞ രാത്രി ഞാനിവിടെ വന്നു പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നഷ്ടപ്പെട്ടതെന്തോ തിരയും പോലെ ഉണ്ണി അവിടെ നിന്നും ഒരുപാട് തിരഞ്ഞു. മൂലയിൽ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി ഉണ്ണിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവനതെടുക്കവേ കൂട്ടുകാർ അവനെ തടഞ്ഞു. ഉണ്ണി, നീ വയ്യാവേലിക്കൊന്നും പോകല്ലേ, അതവിടെ വെച്ചേക്കൂ.
ഉണ്ണി തന്റെ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിന്നു. ഈ പെട്ടി അതെനിക്ക് വേണം. ഇപ്പോൾ നമുക്ക് ഈ തിരയിൽ അവസാനിപ്പിക്കാം അരുൺ. ഇനി ഞാൻ വീട്ടിലേക്ക് പോകട്ടെ. നിങ്ങളും പൊയ്ക്കോളൂ. നമുക്ക് പിന്നെ കാണാം. ഉണ്ണി, ഞാൻ അതുവഴിക്കാണ്, നീ കേറിക്കോ. ഉണ്ണി ആ ഇരുമ്പ് പെട്ടിയുമായി ജീപ്പിൽ കയറി. ബഷീർ തന്റെ ജീപ്പ് ഉണ്ണിയുടെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ചു. ഉണ്ണി വീട്ടിലെത്തി. മുറിയുടെ കതകടച്ചു. മാറാലകളും പൊടിപടലങ്ങളും പിടിച്ച ആ പെട്ടി ഉണ്ണി ഒരു തുണി കൊണ്ട് തുടച്ചു. അത് തുറക്കാൻ ശ്രമിക്കവേ താക്കോൽ ദ്വാരം കണ്ടു. പക്ഷെ താക്കോൽ കാണുന്നില്ല. ഇരുമ്പ് പെട്ടി ആയതിനാൽ പൊളിക്കാൻ ഒരു രക്ഷയുമില്ല. ഉണ്ണി തന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തു. പൊളിക്കാൻ പറ്റുന്നില്ല. ആ പെട്ടി കിടന്നിടത്ത് താക്കോൽ കാണാതിരിക്കില്ല. ഒന്ന് പോയി നോക്കിയാലോ? നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട്. ഇത്തവണ ഉണ്ണി ആരെയും കൂടെ കൂട്ടാതെ ശ്യാമയുടെ വീട് കിടന്ന ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ആരോ വലിച്ചുകൊണ്ടു പോകും പോലെ ഒറ്റയ്ക്കുള്ള യാത്ര. ശ്യാമയുടെ വീട്ടിലെത്തിയതും ആ താക്കോൽ തിരയുന്നതിലേക്കവൻ ശ്രദ്ധ തിരിച്ചു. തിരിച്ചും മറിച്ചും അവിടെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവനത് കിട്ടി. തുരുമ്പിച്ച ഒരു പിടി താക്കോൽ കൂട്ടം. ഈ കൂട്ടത്തിൽ ഒരു താക്കോൽ ആ ഇരുമ്പ് പെട്ടിയുടേതായിരിക്കാം. വീണ്ടും എന്തിനോ വേണ്ടിയെന്ന പോലെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് കാലിലെന്തോ മുള്ളു തറച്ച വേദന. ഉണ്ണി കാലൊന്ന് പൊക്കി തടവി നോക്കി. ശരിയാ, മുള്ളു കയറിയിരിക്കുന്നു. ആ മുള്ള് എടുക്കാൻ പോകവേ ഒരു അശരീരി എന്ന പോലെ, അരുത്, ഇവിടെ ചോര പൊഴിക്കരുത്. ഉണ്ണി തിരിഞ്ഞതും ആരെയും കണ്ടില്ല. വീണ്ടും അതേ ശബ്ദം, അരുത്, ഒരു തുള്ളി പോലും ചോര ഈ പറമ്പിൽ വീഴാൻ പാടില്ല. ഉണ്ണി ആ താക്കോൽ കൂട്ടമായി കാലുകൾ വേച്ച് വേച്ച് മുടന്തി നടന്നു. പിന്നിൽ നിന്നും ഒരു കൈ വന്ന് തട്ടും പോലെ. നീ ഏതാണ്? നീട്ടി വളർത്തിയ താടിയും നരച്ച മീശയും തവിട്ടുകളർന്ന കൃഷ്ണമണിയും ഇരുണ്ട നിറത്തിലുള്ള അധികം പൊക്കമില്ലാത്ത ഒരു വയസ്സൻ രൂപം. കാക്കി കളർ മുണ്ടും ഷാളുമാണ് വേഷം. ചെളി പുരണ്ട് കാക്കിയായതുപോലെ. കണ്ടാൽ ഭ്രാന്തൻ രൂപം. നിങ്ങളാരാ? ഞാനിവിടെ അടുത്തുള്ളതാ. നീ ശ്യാമയെ കണ്ടല്ലേ? എല്ലാം എനിക്കറിയാം. അവൾ പ്രതികാരദാഹിയായ ഒരു ആത്മാവാണ്. അവളുടെ പിറകെ നീ പോകരുത്. നിനക്ക് നാശം വന്നു ചേരും. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? അല്ല, നിങ്ങളെങ്ങനെ അറിഞ്ഞു ശ്യാമയെ ഞാൻ കണ്ട കാര്യം? ഞാൻ മരിക്കാതെ ജീവിക്കുന്ന ഒരാത്മാവാണ്, രുദ്രൻ. അതാണെൻ്റെ നാമം. ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരേയൊരു മനുഷ്യൻ രുദ്രൻ. ഉറക്കെ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അതാണ് ഞാൻ. നീ ശ്യാമയുടെ പുറകെ നടക്കാതെ മാറിപ്പോവുക. അയാൾ ആർത്തു ചിരിച്ചു. വീണ്ടും അയാൾ ഇതുതന്നെ ആവർത്തിച്ചു. പെട്ടെന്നെങ്ങും കാറ്റു വീശി. കരിയിലകൾ കാറ്റിലെന്ന പോലെ പറന്നുയർന്നു. നേരം വെളുത്തു. വെളിച്ചം കണ്ണിലേക്ക് തട്ടി. പൊടുന്നനെ എന്തെന്നില്ലാത്തൊരു ഭയം. ആ വെളിച്ചത്തിൽ നിന്ന് നിൽപ്പിൽ രുദ്രൻ പെട്ടെന്ന് മറഞ്ഞിരിക്കുന്നു. ഉള്ളിലെ ഭയം കാരണം അയാളുടെ പിറകെ പോകാൻ ഉണ്ണിക്ക് ധൈര്യം വന്നില്ല. അവൻ വേഗത്തിൽ വീട്ടിലേക്ക് പോയി. അടുത്ത ലക്ഷ്യം ആ പെട്ടി തുറക്കുക തന്നെ. ഉണ്ണി അതിനായി ശ്രമിച്ചു. താക്കോലിട്ട് തിരിച്ചതും അതിൽ നിന്നും രക്തം ഒഴുകുന്നു. കാണുന്ന കാഴ്ചകളൊക്കെയും അവിശ്വസനീയം. ഏയ് ഇല്ല, ഇതൊക്കെ എനിക്ക് തോന്നുന്നതാവും. വീണ്ടും ആ പെട്ടി അവൻ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൻ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അവനത് തുറക്കാൻ പറ്റിയില്ല. ദേഷ്യം സഹിക്കവയ്യാതെ ആ പെട്ടിയിൽ കാലുകൊണ്ട് തട്ടുകൊടുത്തു. അതൊരു മൂലയിലോട്ട് പോയി പറ്റിച്ചേർന്നു. പിന്നീടുള്ള സംഭാഷണം ചെറിയച്ഛനുമൊത്തായിരുന്നു. ചെറിയച്ഛാ, ശ്യാമ എങ്ങനെയാ മരിച്ചത്? ചെറിയച്ഛൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ഭാവമാറ്റം വന്നു. പെട്ടെന്ന് ആ മുഖത്തെ ചിരി മാഞ്ഞു. ഞെട്ടലോടെ ഉണ്ണിയുടെ മുഖത്ത് നോക്കാതെ ചെറിയച്ഛൻ പറഞ്ഞു. ശ്യാമയോ? എനിക്കറിയില്ല. ശ്യാമ എങ്ങനെയാ മരിച്ചതെന്ന് എനിക്കറിയില്ല. ഒന്നും അറിയില്ല, ഒന്നും, എന്നും പറഞ്ഞ് നടന്നു നീങ്ങി. ചെറിയച്ഛൻ്റെ ഭാവം വല്ലാതെ മാറിയിരിക്കുന്നു. എന്തുപറ്റി? ശ്യാമയെ ചെറിയച്ഛൻ അറിയില്ലെന്ന് പറയാൻ എന്താ കാരണം? അടുത്തത് ചെറിയമ്മയുടെ അടുത്തേക്കായിരുന്നു ഉണ്ണി ലക്ഷ്യം വെച്ചത്. ശ്യാമയെക്കുറിച്ച് ചോദിച്ചതും
ചെറിയമ്മയുടെ കണ്ണിൽ നിന്നും തീപ്പൊരി എന്ന പോലെ കണ്ണീർ ഒലിച്ചിറങ്ങി. വിധി, അല്ലാതെന്താ പറയാ. നീ അതൊന്നും അന്വേഷിക്കരുത് കുട്ടി. ഇവർക്കൊക്കെ എന്താ പറ്റിയേ? ശ്യാമയെ ചോദിക്കുമ്പോഴുള്ള ഈ ഒളിച്ചുകളി. മാളുവാണെങ്കിൽ ഒരു മൂലയിൽ ഒറ്റയിരിപ്പാണ്. അവൾക്കാണെങ്കിൽ സങ്കടവും സന്തോഷവുമൊക്കെ ആ മുറി തന്നെ. നേരം 12 മണി. ഉണ്ണി, ഉണ്ണി, നീ എഴുന്നേൽക്കൂ. നീ എന്നെ മറന്നോ? നീ എൻ്റെ കൂടെ വരൂ. നിനക്കുള്ള എല്ലാ ഉത്തരവും ഞാൻ തരാം ഉണ്ണി. കുട്ടിയുടെ കരച്ചിൽ ശബ്ദം മുറിയിലെങ്ങും തങ്ങി നിന്നു. ഉണ്ണി ഞെട്ടിയുണർന്നതും ജനാലയിലൂടെ തട്ടുന്ന കാറ്റിൻ്റെ ശബ്ദം, കോരിച്ചൊരിയുന്ന മഴയും. ജനാലയിലൂടെ പുറത്തെ കാഴ്ച ഇതായിരുന്നു. മനസംതൃപ്തിയോടെ തൻ്റെ മകളെ തലോടിക്കൊണ്ട് താരാട്ട് പാടുകയാണ് ശ്യാമ. ചെറു കണ്ണീരോടെ എൻ്റെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. ഇവൾക്കെന്താണ് വേണ്ടത്? ഞാൻ ഇവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എങ്ങും വിടാതെ പിന്തുടരുന്ന ഇവൾ ഒരു ആത്മാവല്ലേ? ആത്മാവിനെ ഭയക്കേണ്ടതില്ലേ? ഉണ്ണിക്കെന്തോ ഈ കാഴ്ചകളൊക്കെ പേടിപ്പെടുത്തുന്നത് പോലെ. നാളെ ഒരു തീരുമാനത്തിലെത്താം. അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേന്ന് പുലരി. തൻ്റെ ചങ്ങാതിമാരോടൊപ്പം ചായക്കടയിൽ ഒത്തുകൂടിയ സമയത്താണ് ചില കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്. രുദ്രൻ, അയാൾ നന്ദൻ്റെ ഒറ്റ ചങ്ങാതിയാണ്. അതുമൊരു ഡോക്ടർ. നന്ദൻ്റെ സീനിയർ. സമനില തെറ്റിയ അയാൾ ഇപ്പോൾ എന്തെന്നില്ലാതെ അലഞ്ഞു നടക്കുന്നു. ചായക്കടയുടെ തിണ്ണയിലെ ചാരുകസേരയിലിരുന്ന് ഒരാൾ പറഞ്ഞു. ശ്യാമയുടെ ആത്മാവ് കറങ്ങി നടക്കുന്നുണ്ടെന്നും കണ്ടെന്നും പറഞ്ഞപ്പോൾ വീണ്ടും അയാൾ പറഞ്ഞു. എല്ലാ കാര്യവും പരിഹരിച്ചു തരാൻ കഴിവുള്ള ഒരേ ഒരാൾ ദത്തൻ നമ്പൂതിരിയാണ്. ദത്തൻ നമ്പൂതിരി മഹാപണ്ഡിതനാണ് അദ്ദേഹം. മഹാമാന്ത്രികൻ. കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന പോലെ നമ്പൂതിരിയെ കാണാൻ പുറപ്പെട്ടു. ഓരോ അന്ധവിശ്വാസങ്ങളെന്നും പറഞ്ഞ് ഇത്തവണ ബഷീർ കൂടെ വന്നില്ല. അരുണും ഉണ്ണിയും കൂടി ഇല്ലത്തേക്കൊരു യാത്ര വെച്ചു കൊടുത്തു. കേളികേട്ട കാനനക്കുന്നിലെ ഇളയ സന്താനമാണ് ദത്തൻ നമ്പൂതിരി. ഇല്ലത്തെ പടിക്കലെത്തിയതും ദത്തൻ നമ്പൂതിരിയെ കാണാനല്ലേ, അവിടെ ഇരുന്നോളൂ. നമ്പൂതിരി പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥന കഴിഞ്ഞു വന്നതും നമ്പൂതിരി മൊഴിഞ്ഞു. പ്രശ്നം പറഞ്ഞുകൊള്ളുക. ഉണ്ണി തനിക്കുണ്ടായ എല്ലാ പ്രശ്നവും പറഞ്ഞു. താൻ മാത്രം കാണുന്ന ശ്യാമയുടെ ആത്മാവിനെ, അവളുടെ കുഞ്ഞിനെ, രുദ്രനെ, അങ്ങനെയെല്ലാം. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. തൻ്റെ നേർക്കുണ്ടായ കവടി നിരത്തി കൂട്ടിയും കിഴിച്ചും ദത്തൻ നമ്പൂതിരി ഉണ്ണിയെ നോക്കി പറഞ്ഞു. അവൾ പ്രതികാരദാഹിയായ ആത്മാവാണ്. ഉണ്ണിയിൽ അമ്പരപ്പും ആകാംക്ഷയും സൃഷ്ടിച്ചു. നിന്റെ കുടുംബം, അതാണ് അവളുടെ ലക്ഷ്യം. നിന്നെ നാട്ടിലെത്തിച്ചതുപോലും അവളാണ്. അവൾ ശ്യാമ. അവൾ എന്തിനാ എന്നെ പിന്തുടരുന്നത്? ഉണ്ണി, അതെനിക്ക് എത്ര നോക്കിയിട്ടും ഇതിൽ തെളിയുന്നില്ല, മനസ്സിലാകുന്നില്ല. അവൾക്ക് നിന്നിലൂടെ ഈ ലോകത്തെ അറിയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വേണം കരുതാൻ. ഇന്ന് ഇന്ന് മിഥുനം, അവസാന രാത്രി. കർക്കിടക മാസം അവളുടെ ശക്തി ഇരട്ടിക്കും. കർക്കിടകം പകുതിയോടടുക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വരൂ. അപ്പോൾ ഈ കബഡിയിൽ അവളുടെ ലക്ഷ്യം തെളിയും. ഇന്നിനി ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് പോകാം. ഇതിപ്പോൾ ഒരു പ്രതിവിധിയും ആയില്ലല്ലോ അരുൺ. ദത്തൻ നമ്പൂതിരി പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ ഉണ്ണി. നാളെ കർക്കിടകം തുടങ്ങുകയല്ലേ. പകുതിയോടടുക്കുമ്പോൾ വീണ്ടും വരാം. നീ സമാധാനിക്ക്. വീട്ടിലെത്തിയ ശേഷം ഉണ്ണി പുറത്തെ തിണ്ണയിലിരുന്ന് ഓരോന്നാലോചിച്ചു. പണ്ടത്തെ ഓരോ ഓർമ്മകൾ ഓരോ പുസ്തകങ്ങളിലായി അവൻ സൂക്ഷിച്ചിരുന്നു. അവൻ പോയപ്പോൾ അവൻ്റെ എല്ലാ സാധനങ്ങളും പെട്ടിയും തട്ടിൻപുറത്തെ മുറിക്ക് സ്വന്തമായി. അതൊക്കെ പൊടി തട്ടിയെടുക്കണം. നാടുവിടുന്ന ആ ആഴ്ചയിൽ ശ്യാമയ്ക്ക് കൊടുക്കാനായി അപ്പുവേട്ടൻ എൻ്റെ കയ്യിൽ വെച്ചു തന്ന ഓരോ സമ്മാനങ്ങളും ശ്യാമയെ ഏൽപ്പിക്കാൻ പറ്റിയില്ല. അതൊക്കെ അവിടെ എൻ്റെ പഴയ പെട്ടിയിൽ കാണണം. തട്ടിൻപുറത്തെ പഴയ സാധന കൂമ്പാരങ്ങളുടെ അടുത്തേക്ക് പോയി അവൻ തിരഞ്ഞു. അവൻ്റെ പെട്ടിയും സാധനങ്ങളും ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. ചെറുപുഞ്ചിരിയോടെ
ഓർമ്മകളെ തഴുകിക്കൊണ്ട് അവൻ അവൻ്റെ സാധനങ്ങളടങ്ങിയ പെട്ടിയും മറ്റും എടുത്തു. അതിൽ നിന്നും ഒരു കത്തും ഒരു ചെറിയ കുപ്പിയും. കത്തുകൾ ആകെ കീറിയും ചിതലരിച്ചും കിടന്നു. അക്ഷരങ്ങൾ മങ്ങിയിരിക്കുന്നു. ചില അക്ഷരങ്ങൾ മാഞ്ഞുപോയിരിക്കുന്നു. എന്നാലും വായിച്ചെടുക്കാം. സ്വന്തം ശ്യാമയ്ക്ക്, എൻ്റെ മഞ്ചാടിക്കുട്ടിക്ക്. മഞ്ചാടിയൊക്കെയും ഇതിലുണ്ട്. എൻ്റെ മഞ്ചാടിക്കുരു നീയല്ലേ? അതെപ്പോഴാ എനിക്ക് സ്വന്തമാകുന്നത്? നീ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ അമ്മയെ കണ്ടതും പറഞ്ഞു നിർത്തിയ ചില കാര്യങ്ങൾ. നീ വിഷമിക്കാതെ, എന്തു വേണമെന്നൊക്കെ ഞാൻ പറയാം. ഉണ്ണി, ഈ കത്ത് നിന്റെ കയ്യിലെത്തിച്ചാൽ ഉടൻ നീ അമ്പലത്തിൽ വായോ. ഞാൻ അവിടെയെന്നും വൈകിട്ട് ഉണ്ടാകും. നിന്റെ സ്വന്തം അപ്പു. കുപ്പി അടപ്പ് തുറന്നതും നിറയെ മഞ്ചാടിക്കുരുക്കൾ. ശ്യാമയ്ക്കുള്ള അപ്പുവിൻ്റെ സ്നേഹസമ്മാനം. ഉണ്ണി ആ പെട്ടിയിലേക്ക് കത്ത് മടക്കി വെച്ചു. ഒപ്പം മഞ്ചാടി നിറഞ്ഞ കുപ്പിയും. ഈ കത്ത് ശ്യാമയെ ഏൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ ദൈവമേ. അമ്മ വന്നപ്പോൾ മുറിഞ്ഞുപോയ ആ വാക്കുകൾ എന്താണ്? അപ്പു ആ മൂലയിലിരിക്കുന്ന പെട്ടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അത് തുറന്നിരിക്കുന്നു. അത്ഭുതം! ഇതെങ്ങനെ സംഭവിച്ചു? കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും പറ്റാത്ത ഈ ഇരുമ്പ് പെട്ടി ഞാൻ അറിയാതെ തന്നെ തുറന്നിരിക്കുന്നു. അവൻ ആ പെട്ടിയുടെ നേർക്ക് തിരിഞ്ഞു. ആ പെട്ടി നിറയെ മഞ്ചാടിക്കുരുക്കളാൽ നിറഞ്ഞിരിക്കുന്നു. കാലങ്ങൾ പഴക്കമേറിയിട്ടും ഇന്നും രക്തത്തിൽ കുളിച്ച ചുവപ്പിൻ്റെ സൗന്ദര്യം ഒട്ടും തന്നെ മാറാതെ അപ്പുവിൻ്റെ ഹൃദയപുഷ്പം പോലെ മഞ്ചാടി തിളങ്ങി നിൽക്കുന്നുണ്ട്. കൂടെ അപ്പുവേട്ടൻ സമ്മാനിച്ച കത്തുകളും. അതിലൊരു കത്ത് തനിയെ പറന്ന് ഉണ്ണിയുടെ നേർക്ക് വീണു. ഉണ്ണി അതെടുത്ത് വായിച്ചു. അപ്പുവേട്ടന്. ഈ കത്ത് അപ്പുവേട്ടൻ്റെ അടുത്തെത്തില്ല എന്നറിയാം. രുദ്രൻ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു അപ്പുവേട്ട. ബാക്കി എഴുത്തുകളൊക്കെയും മാഞ്ഞിരിക്കുന്നു. തനിയെ ആ പെട്ടി അടഞ്ഞു. തുറക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയില്ലെന്നറിഞ്ഞ് ഉണ്ണി സ്വയം പിന്മാറി. രുദ്രൻ. അവൻ ആരെന്നറിയണം. രുദ്രൻ നന്ദൻ്റെ ചങ്ങാതിയെന്നല്ലേ ചായക്കടയിൽ നിന്നും നേരത്തെ കിട്ടിയ വാർത്ത. അപ്പോൾ നന്ദൻ ഇതിൽ വല്ല പങ്കും കാണുമോ? ശ്യാമയെക്കുറിച്ച് പറയുമ്പോഴുള്ള ചെറിയച്ഛൻ്റെ അവിടെയുള്ള തട്ടാതെയുള്ള സംസാരവും ചെറിയമ്മയുടെ ഒളിച്ചുകളിയും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. പൊടുന്നനെ ഉണ്ണിയുടെ കയ്യിലുള്ള ആ കത്തുകളിലെ ബാക്കി ഭാഗം തെളിഞ്ഞു വന്നു. രുദ്രൻ എന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നു അപ്പുവേട്ട. എല്ലാം നന്ദനു വേണ്ടിയാണെന്നറിയാം. ഈ നാടും വീടുമൊക്കെ വിട്ട് ദൂരെ എവിടേക്കെങ്കിലും പോകാം അപ്പുവേട്ട. ഞാൻ ഉദ്ദേശിച്ച പോലെ നന്ദൻ ഇതിൽ വന്നു ചേർന്നല്ലോ. കഥ എവിടെയൊക്കെയോ മാറി മറിഞ്ഞിരിക്കുന്നു. ശ്യാമയെ നന്ദൻ എന്തിനു പിന്തുടരണം? അവനറിയാമല്ലോ അപ്പുവേട്ടനായുള്ള ശ്യാമയുടെ സ്നേഹം. ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, കേൾക്കാനുണ്ട്, കാണാനുണ്ട്. മനസ്സ് വല്ലാതെ മന്ത്രിക്കുന്നു. ശ്യാമ, അവൾക്കെന്തു സംഭവിച്ചു? എല്ലാവരും എന്നിൽ നിന്നും മറയ്ക്കുന്നത് എന്തൊക്കെയാണ്? രാത്രിയുടെ യാമത്തിൽ ചീവീടുകളുടെ കരച്ചിലുകൾ, നായ്ക്കളുടെ ഓരിയിടൽ, ഇന്ന് കർക്കിടകം ഒന്നിലേക്കുള്ള യാത്ര. ദത്തൻ നമ്പൂതിരി പറഞ്ഞ പോലെ ശ്യാമയ്ക്ക് ശക്തി മുറുകുന്ന ദിനങ്ങൾ. പാതി ചിമ്മിയ കണ്ണുകളാൽ മയക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്നെന്തോ നിഴൽ രൂപം മാറി മറയും പോലെ. ഭയമുള്ളതുകൊണ്ട് ആവാം, മേലാസകലം വിയർപ്പ് പൊതിഞ്ഞിരിക്കുന്നു. മുറിയിൽ ആരോ ഒരാൾ ഉള്ളതുപോലെ. കണ്ണുകൾ മെല്ലെ തുറന്നു. കണ്ണിലേക്ക് ഇരുട്ട് കയറും പോലെ. കാതുകളിൽ ഇപ്പോഴും ശ്യാമയുടെ സ്വരം കേൾക്കാം. എനിക്ക് മോക്ഷം വേണം. മോക്ഷം തരൂ ഉണ്ണി. കണ്ണു തുറന്നതും എല്ലാം ഒരു തോന്നൽ. വീണ്ടും നിദ്രയിലേക്കെന്ന പോലെ ഉണ്ണി അലിഞ്ഞു ചേർന്നു. ഉണ്ണി, നീ വല്ലതും കഴിച്ചോ? അകത്തുനിന്നും ചെറിയമ്മ. ഞാനിതാ ഇപ്പോൾ മടങ്ങി വരാമെന്ന വാക്കുമായി ഉണ്ണി പുറത്തേക്കിറങ്ങി. അല്ല ഉണ്ണി, 12 വർഷം കഴിഞ്ഞു വന്ന കുട്ടിയല്ലേ നീ? അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ തന്നെയാണോ ഭാവം? കൂട്ടിനൊരു പെണ്ണ് വേണ്ടേ? ചെറിയച്ചാ, കൂട്ടിനൊക്കെ ആൾ വരും. വെയിറ്റ് ആൻഡ് സീ. ഹോ, അവൻ്റെ ഒരു ഇംഗ്ലീഷ്. അവൻ നേരെ പോയത് നന്ദൻ്റെ കളിക്കൂട്ടുകാരൻ വിനുവിൻ്റെ അടുത്തായിരുന്നു. രുദ്രനെക്കുറിച്ചറിയാൻ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങളും വിനുവിനോട് ആരാഞ്ഞു.
വിനു തന്റെ മുറിയിൽ നിന്നും ആൽബം എടുത്തുകൊണ്ടുവന്നു. ഇതാണ് രുദ്രൻ, നന്ദന്റെ സീനിയർ, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, ഒറ്റമിത്രം. അങ്ങനെ ചങ്ങാത്തം വിശേഷിപ്പിക്കാവുന്ന വാക്കുകൾ എത്രയുണ്ടോ അത്രയും സ്നേഹമായിരുന്നു അവർ തമ്മിൽ, രുദ്രനും നന്ദനും. രുദ്രന്റെ ഫോട്ടോയിലേക്ക് ഉണ്ണി സൂക്ഷിച്ചു നോക്കി. കാണാൻ നല്ല ചെറുപ്പക്കാരൻ, വെളുത്തു തടിച്ച, അധികം പൊക്കമില്ലാത്ത സുന്ദരനായ ചെറുപ്പക്കാരൻ. ഇവനെയാണോ ഭ്രാന്തൻ വേഷത്തിൽ ഞാൻ കണ്ടത്? ഒരു നിമിഷം ഉണ്ണി ആലോചിച്ചു. ഇവർക്ക് ശ്യാമയുമായുള്ള ബന്ധം? അത് ഉണ്ണിയേട്ടാ, എനിക്കറിയില്ലാട്ടോ. നീ പറയൂ വിനു, നിനക്കൊന്നും സംഭവിക്കില്ല. നീ അറിയാവുന്നത് പറയൂ. അത് പിന്നെ, മടിക്കാതെ പറയൂ വിനു. ഉണ്ണിയുടെ മുഖാമുഖം നോക്കി വിനു തുടർന്നു. നന്ദന്റെ മനസ്സിൽ അടക്കാനാവാത്ത സ്വപ്നമായിരുന്നു ശ്യാമ. മോഹമായിരുന്നു അവൻ അവളോട്. പാലാഴി കടഞ്ഞെടുത്ത അമൃതെന്ന് പറയും പോലെ അവളുടെ വശ്യമാർന്ന മേനി അവനെ എന്തെന്നില്ലാതെ മോഹിപ്പിച്ചു. പ്രായത്തിൽ അവൻ അവളേക്കാൾ വളരെ ചെറുപ്പം. എന്നാൽ അവന്റെ വികാരങ്ങൾ അവന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. അവൻ അവളെ മോഹിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ശരീരത്തെ അവൻ കാമാഗ്നി കണ്ണുകളോടുകൂടി നോക്കിക്കണ്ടു. അതീവ സുന്ദരിയായിരുന്നു അവൾ. അവളെ മോഹിക്കാത്തവരായി ഈ നാട്ടിൽ ആരും ഉണ്ടായി കാണില്ല. ഈ ഞാൻ പോലും അറിയാതെ ആ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. എന്നാൽ നന്ദൻ അവളോട് കാമമായിരുന്നു, ഭ്രമമായിരുന്നു, ഭ്രാന്തൻ ഭ്രമം. ദൈവങ്ങളുടെ കൈകൾ പതിച്ച ഡോക്ടറായിരുന്നു നന്ദൻ. എന്നിട്ടും അവൻ ഇത്തരത്തിൽ ചിന്തിച്ചത് അവിശ്വസനീയം. ചങ്കു പറിച്ചു കൊടുക്കുന്ന ഒറ്റമിത്രമായ രുദ്രൻ അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ പരാജയമായിരുന്നു ഫലം. എന്നാലും അവൻ അവളെ വിടാതെ പിന്തുടർന്നു. നന്ദന് വേണ്ടി രുദ്രൻ ആത്മാർത്ഥമായി അവൻ ഏൽപ്പിച്ച ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ശ്വാസം അടക്കിപ്പിടിച്ച് ഉണ്ണി തന്റെ ചെവികൾ കൂർപ്പിച്ചു കേട്ടുനിന്നു. നന്ദൻ? വിശ്വസിക്കാനാകുന്നില്ല. അപ്പോൾ അവളെങ്ങനെയാ മരിച്ചത്?